അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്തിയാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ ഹേ ചണ്ഡമുണ്ഡാർദിനി. നിശേഷീകൃതരക്തബീജദനുജേ നിത്യേ നിസുംഭാപഹേ. സുംഭധ്വംസിനി സംഹരാശു ദുരിതം ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണീം സൽപ്രകരപരമാഹ്ലാദജനനീം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാവ്യഭംഗിയുണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാല ചാർത്തി അണയൂ മമ മാലകന്നു കഴിയാൻ, മാല ചാർത്തി അണയൂ അമ്മേ മാലകന്നു കഴിയാൻ, മമ മാലകന്നു കഴിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയെന്നിൽ കനിയാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, വ്യാസദേവരചിതം ഇതു വ്യസനജാല നാശം, വ്യാസദേവചരിതം ഇതു വ്യസനജാല നാശം, വ്യസനജാല നാശം, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ.
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ. അമ്മയെ അറിയാൻ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം തൃതീയ സ്കന്ധത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ 11 മുതൽ 19 കൂടിയുള്ള ശ്ലോകങ്ങളാണ് ഇന്ന് നാം പാരായണം ചെയ്ത് അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നത്. വ്യാസ ഉവാച ദുർഗമ പ്രശ്നഭാരോയം കൃതോ രാജം സ്ത്വയാധുനാ ബ്രഹ്മാദീനാം സമുത്പത്തി കസ്മാദിതി മഹാമതേ. ഏതദേവ മയാ പുത്ര പൃഷ്ടോസൗ നാരദോ മുനി വിസ്മിത പ്രത്യുവാചേദമുദ്ധിത ശൃണു ഭൂപതേ. കസ്മിംശ്ച സമയേ ചാഹം ഗംഗാതീരേ സ്ഥിതം മുനിം അപശ്യം നാരദം ശാന്തം സർവജ്ഞം വേദവിത്തമം. ദൃഷ്ട്വാഹം മുദിതോ ഭൂത്വാ പാദയോരപതം മുനേ തേനാജ്ഞപ്ത സമീപേസ്യ സംവിഷ്ടശ്ച വരാസനെ. ശ്രുത്വാ കുശലവാർത്താം വൈ തമപൃച്ഛം വിധേ സുതം നിവിഷ്ടം ജാഹ്നവീതീരേ നിർജനെ സൂക്ഷ്മബാലുകേ. മുനേതി വിതതസ്യാസ്യ ബ്രഹ്മാണ്ഡസ്യ മഹാമതേ കർത്താ പരമപ്രോക്ത തന്മേ ബ്രൂഹി വിധാനത.
കസ്മാദേതൽ സമുൽപ്പന്നം ബ്രഹ്മാണ്ഡം മുനിസത്തമ അനിത്യം വാ തഥാ നിത്യം തദാ ചക്ഷ്വ ദ്വിജോത്തമ ഏക കർത്തൃകമേതദ്വാ ബഹുകർത്തൃകമന്യഥാ അകർത്തൃകം ന കാര്യം സ്യാത് വിരോധോയം വിഭാതി മേ ഇതി സന്ദേഹസന്തോഹേ മഗ്നം മാം താരയാധുനാ വികൽപകോടി കുർവാണം സംസാരേസ്മിൻ പ്രവിസ്തരേ. ശ്രീ ജഗദംബികായൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. അമ്മേ ഭഗവതി, ദേവി ഭഗവതി, ലക്ഷ്മീ ഭഗവതി, ഭദ്രേ ഭഗവതി. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീജഗദംബികായൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ്ദേവി ഭാഗവതം തൃതീയ സ്കന്ധം 1-ാമത്തെ അധ്യായം. അതിൽ 11 മുതൽ 19 കൂടിയുള്ള ശ്ലോകങ്ങളുടെ ഭാഷാഗാനം അല്ലെങ്കിൽ മലയാള തർജ്ജമ ഇപ്പോൾ പാടി സമർപ്പിക്കണു. നതോന്നതാവൃത്തം വഞ്ചിപ്പാട്ടിൻ്റെ ഈണം. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. വ്യാസൻ പറഞ്ഞു, ഇപ്പോൾ ഭവാൻ പ്രശ്നങ്ങൾ തൻ ചുമടേറ്റിയൻ ചുമലിൽ ബ്രഹ്മാദികൾ തന്നുൽപ്പത്തി ആരിൽ നിന്നെന്നും നാരദമുനിയോടു ഞാൻ ഇതേ ചോദ്യം ചോദിച്ചപ്പോൾ നാരദൻ പറഞ്ഞ കഥ കേൾക്കുകയിപ്പോൾ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. പണ്ടൊരിക്കൽ ശാന്തനായ സർവജ്ഞനാം നാരദനോ പവിത്രമാം ഗംഗാതീരെ നിൽക്കുന്ന നേരം കണ്ടു ഞാനും ഭക്തിപൂർവം കാൽക്കൽ വീണു നമിച്ചല്ലോ. അദ്ദേഹം ഇരിക്കാനായി അനുജ്ഞ നൽകി. ഗംഗയുടെ വെൺമണലിൽ, ഗംഗയുടെ വെൺമണലിൽ ധ്യാനിക്കുന്ന ബ്രഹ്മപുത്രൻ മുനിയോടു പലവിധ കുശലം ചൊല്ലി. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. അതീവ വിസ്തൃതമായ ബ്രഹ്മാണ്ഡത്തിലുത്തമനാം വിധാതാവ് എന്നു നാമം ഉള്ളതാർക്കാണ്.
ബ്രഹ്മാണ്ടം ഉദ്ഭവിച്ചത് ഏതിൽ നിന്നാണെന്നും പിന്നെ നിത്യമോ അനിത്യമോ എന്നുള്ളതും ചൊല്ലൂ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്ര ഭഗവതി, അമ്മേ ശരണം. ബ്രഹ്മാണ്ടം ഒരാളിനാലെ നിർമ്മിച്ചതോ അനേകരോ, കർത്താവില്ലാതൊരിക്കലും കാര്യവുമില്ല. അതിവിസ്തൃതമാകുമീ പ്രപഞ്ചത്തിലെനിക്കേറെ സംശയങ്ങളുണ്ടെന്നങ്ങു അറിഞ്ഞിടേണം. സംശയ സമുദ്രം തന്നിൽ ഒഴുകിയ എന്നെയങ്ങു ഇപ്പോൾ തന്നെ കരയേറ്റി സഹായിക്കേണം. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്ര ഭഗവതി, അമ്മേ ശരണം. ദേവി ശരണം. ലക്ഷ്മി ശരണം. ഭദ്രേ ശരണം. വാണി ശരണം. കാളി ശരണം. തായേ ശരണം. കാളി ശരണം. ഭദ്രകാളി ശരണം. ഭദ്രകാളി ശരണം. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീജഗദംബികായൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ ജഗദംബികായൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ദേവി നിന്നുടെ ലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം. ദേവി ഭാഗവതം പുരാണതിലകം ശ്രീവ്യാസസാരസ്വതം. ദേവി വാഴുകയെൻ്റെ നാവിലനിശം, വാക്കായി സുഗീതങ്ങളായി. ദേവി നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു മൂകാംബികേ. ദേവി നിന്നുടെ പാദപങ്കജമതിൽ വീഴുന്നു ജ്ഞാനാംബികേ. വീഴുന്നു ജ്ഞാനാംബികേ. ശ്രീമദ് ദേവി ഭാഗവതം അമ്മയെ അറിയാൻ എന്ന അക്ഷരപൂജയായി ആരംഭിച്ചിട്ട് ഇന്നേക്ക് 164 ദിവസം. ശ്രീമദ് ദേവി ഭാഗവതം തൃതീയ സ്കന്ധം 1-ാമത്തെ അധ്യായത്തിൽ 11 മുതൽ 19 കൂടിയുള്ള ശ്ലോകങ്ങളാണ് നമ്മളിപ്പോൾ പാരായണം ചെയ്ത് ഭാഷാഗാനമായി പാടി ഒക്കെ സമർപ്പിച്ചത്. ആ 9 ശ്ലോകങ്ങളെ ഇന്ന് നമ്മൾ പ്രഭാഷണ രൂപത്തിൽ അനുസ്മരിക്കുകയാണ്. വേദവ്യാസൻ്റെ അടുത്ത് ജനമേജയ മഹാരാജാവ് അംബായജ്ഞത്തെക്കുറിച്ചും ത്രിമൂർത്തികളെക്കുറിച്ചും ത്രിമൂർത്തികൾ കാലത്തിന് അതീതരാണോ എന്നും അവർ സപ്തധാതുക്കളാൽ നിർമ്മിക്കപ്പെട്ടവരാണ് എന്നും ഇവർക്കൊക്കെ എത്ര ആയുസ്സുണ്ട്, അവരുടെ വാസസ്ഥാനം എവിടെയാണ്, അവരുടെ വിഭൂതികൾ എന്താണ്
ഇങ്ങനെ കുറേ ചോദ്യങ്ങൾ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ദുർഗമ പ്രശ്നഭാരോയം കൃതോ രാജം സ്ത്വയാധുന. അധുന, ഹേ രാജൻ, ഇപ്പോ അങ്ങ് വലിയ കുറേ ചോദ്യങ്ങളുടെ ഒരു ചുമട് എൻ്റെ മേത്ത് കയറ്റി വെച്ചേക്കാണ്, എൻ്റെ വഴി മുട്ടിയിരിക്കുകയാണ്. ദുർഗമഹ പ്രശ്നഭാരോയം, പ്രശ്നങ്ങളുടെ ഭാരം കൊണ്ട്. ബ്രഹ്മാദികളുടെ ഉൽപ്പത്തി ആരിൽ നിന്നാണ് എന്നാണ് ഒരു ചോദ്യം, അല്ലേ? ബ്രഹ്മാദീനാം സമുൽപ്പത്തി കസ്മാദിതി മഹാമതേ. ഇങ്ങനെ ചോദിച്ചത് അതാണ് പ്രധാനമായിട്ട്. അപ്പോ ഏതദേവ മയാപുത്ര പൃഷ്ടോസൗ നാരദോ മുനി. ഇതേ ചോദ്യം തന്നെ പണ്ട് ഞാൻ നാരദ മഹർഷിയോട് ചോദിക്കേണ്ടായി. വിസ്മിത പ്രത്യുവാചേത മുദ്ധിത ശൃണു ഭൂപതേ. അപ്പൊ ഈ ചോദ്യം കേട്ടപ്പോൾ അത്ഭുതത്തോടുകൂടി നാരദ മഹർഷി എഴുന്നേറ്റ് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞത് ഞാൻ അങ്ങയെ കേൾപ്പിക്കാം. കസ്മിംശ്ച സമയേ ചാഹം ഗംഗാതീരേ സ്ഥിതം മുനിം അപശ്യം നാരദം ശാന്തം സർവജ്ഞം വേദവിത്തമം. പണ്ടൊരിക്കൽ ശാന്തനായ സർവജ്ഞനായ വേദജ്ഞന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠനായ നാരദമുനി ഗംഗയുടെ തീരത്ത് നിൽക്കുന്നതായി, അല്ലെങ്കിൽ അവിടെ കാണപ്പെട്ടു. ഗംഗാതീരത്ത് നാരദനെ ഞാൻ കണ്ടു. ദൃഷ്ട്വാഹം മുദിതോ ഭൂത്വാ പാദയോരപദം മുനേ തേനാജ്ഞപ്ത സമീപേസ്യ സംവിഷ്ടശ്ച വരാസനെ. കണ്ടപ്പോൾ തന്നെ ഞാൻ എന്ത് ചെയ്തു? സജ്ജനങ്ങളെ കാണുന്ന നേരത്തു ലജ്ജ വിട്ടു വീണു നമിക്കണം, അല്ലേ? അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഓടിച്ചെന്ന് വീണങ്ങനെ നമസ്കരിച്ചു. അദ്ദേഹത്തിൻ്റെ ആജ്ഞയനുസരിച്ച് തേനാജ്ഞപ്ത സമീപേസ്യ, അദ്ദേഹത്തിൻ്റെ ആജ്ഞയനുസരിച്ച് തൊട്ടടുത്ത് തന്നെയുള്ള അവിടെ സമീപത്ത് തന്നെ സംവിഷ്ടശ്ച വരാസനെ, ഏറ്റവും നല്ല ഒരു ഇരിപ്പിടത്തിൽ ഞാനും അദ്ദേഹത്തിനോടൊപ്പം ഇരുന്നു, അദ്ദേഹത്തിൻ്റെ അനുജ്ഞയോടുകൂടി. നമ്മൾ ഗുരുനാഥൻ്റെ അടുത്ത് ചെന്നാൽ അദ്ദേഹം പറയാതെ ഇരിക്കാൻ പാടില്ല, പറഞ്ഞാൽ ഇരിക്കുകയും വേണം, അല്ലേ? അവിടെ ആ ഗുരുനാഥൻ്റെ ആജ്ഞയെ അനുസരിക്കുക എന്നുള്ളതാണ് നമ്മുടെ കർത്തവ്യം. അങ്ങനെ ശ്രുത്വാ കുശലവാർത്താം വൈ തപവൃക്ഷം വിധേസുതം നിവിഷ്ടം ജാഹ്നവീ തീരെ നിർജ്ജനെ സൂക്ഷ്മബാലുകെ. ഗംഗാനദിയുടെ ഏകാന്തമായ ആ വെൺമണൽ തിട്ടയിൽ ധ്യാനനിരതനായിരിക്കുന്ന വിധേസുതം, വിധാതാവിൻ്റെ പുത്രൻ, ബ്രഹ്മപുത്രനായിരിക്കുന്ന നാരദനോട് കുശലവാർത്താം, കുറേ വാർത്തകളൊക്കെ ചോദിച്ചറിഞ്ഞു. മുനേതി വിതതസ്യാസ്യ ബ്രഹ്മാണ്ഡസ്യ മഹാമതേ കകർത്താ പരമപ്രോക്തസ്തന്മേ ബ്രൂഹി വിധാനത. അവിടെ മഹാമതേ, വളരെ വിസ്തൃതമായ ഈ ബ്രഹ്മാണ്ഡത്തിൻ്റെ ഉത്തമനായ യഥാർത്ഥ വിധാതാവ് ആരാണ്? ഇതാണ് ആദ്യമുള്ള ചോദ്യം. ഈ ബ്രഹ്മാണ്ഡമുണ്ട്, ഈ ബ്രഹ്മാണ്ഡത്തിൻ്റെ വിധാതാവ് ആരാണ്? അങ്ങയുടെ അച്ഛനെ വിധാതാവ് എന്ന് വിളിക്കാറുണ്ട്, വിധി ബ്രഹ്മാവ്. അപ്പം ആ ബ്രഹ്മാവാണോ? അതറിയാൻ ആർക്കാ ഏറ്റവും കൂടുതൽ സാധിക്കുക? സ്വന്തം മകന് തന്നെയാണ് സാധിക്കുക. പ്രത്യേകിച്ചും നാരദൻ സർവജ്ഞനും വേദവിത്തമനുമാണ്, എല്ലാം അറിയുന്ന ആളാണ്. അപ്പം അങ്ങനെയുള്ള അദ്ദേഹത്തിനോട് ഞാൻ കുശല പ്രശ്നങ്ങളൊക്കെ ചോദിച്ചതിന് ശേഷം അതിനുശേഷം ചോദിക്കുകയാണ്, ഈ ബ്രഹ്മാണ്ഡത്തിൻ്റെ ഏറ്റവും ഉത്തമനായ യഥാർത്ഥ വിധാതാവ് ആരാണ്? അങ്ങനെ പറയുന്നുണ്ടല്ലോ, അത് ആരാണെന്ന് പറയൂ. കസ്മാദേതൽ സമുത്പന്നം ബ്രഹ്മാണ്ഡം മുനിസത്തമ അനിത്യം വാ തഥാ നിത്യം തഥാ ചക്ഷുവ ദ്വിജോത്തമ. ഹേ മുനിസത്തമ, മുനിശ്രേഷ്ഠ, ഈ ബ്രഹ്മാണ്ഡം, കസ്മാദേതൽ ബ്രഹ്മാണ്ഡം സമുൽപ്പന്നം, ഈ ബ്രഹ്മാണ്ഡം ഉത്ഭവിച്ചത് ഏതിൽ നിന്നാണ്? അങ്ങനെ ഒരു വസ്തുവിൽ നിന്ന് ഈ ബ്രഹ്മാണ്ഡം നിർമ്മിക്കപ്പെട്ടു എങ്കിൽ അതിന് ആ കാരണമായിരിക്കുന്ന വസ്തു എന്താണ്?
നിത്യമാണോ അനിത്യമാണോ? അനിത്യം വാ തഥാ നിത്യം. നിത്യമാണോ അനിത്യമാണോ അതിനെക്കുറിച്ച് തഥാ ചക്ഷ്വ ദ്വിജോത്തമ, ഹേ ദ്വിജശ്രേഷ്ഠനായിരിക്കുന്ന ബ്രഹ്മപുത്രനായിരിക്കുന്ന ഹേ നാരദ, അങ്ങ് അത് പറഞ്ഞു തരൂ. വേദവ്യാസൻ വീണ്ടും വീണ്ടും അഭ്യർത്ഥിക്കുകയാണ്. ഏക കർത്തൃകമേതദ്വാ ബഹുകർത്തൃകമന്യഥാ അകർത്തൃകം ന കാര്യം സ്യാൽ വിരോധോയം വിഭാതി മേ. ഈ ബ്രഹ്മാണ്ടം കർത്തൃകമേതദ്വാ, ഏകകർത്തൃകമേതദ്വാ, ഒരാൾ നിർമ്മിച്ചതാണോ അതോ ബഹുകർത്തൃകമന്യഥാ, കുറേ ആളുകൾ കൂടി നിർമ്മിച്ചതാണോ? അകർത്തൃകം എന്ന കാര്യം, കർത്താവില്ലാതെ ഒരു കാര്യം ഉണ്ടാവില്ല. ഏത് പ്രവൃത്തിക്കും ഒരു കാരണം, ഒരു കർത്തൃത്വം ഉണ്ടാവുമല്ലോ. അപ്പോ ഈ പ്രപഞ്ചം കാര്യവസ്തുവായതുകൊണ്ട് കർത്താവില്ല എന്ന് പറഞ്ഞാൽ അത് യുക്തിവിരുദ്ധമാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതി സന്ദേഹസന്തോഹേ മഗ്നം മാം താരയാധുന വികൽപ്പകോടി കുർവാണം സംസാരേസ്മിൻ പ്രവിസ്തരേ. അതിവിസ്തൃതമായ ഈ പ്രപഞ്ചത്തിൽ എനിക്ക് ഇത്തരത്തിൽ അനേകം സംശയങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് സംസാരേസ്മിൻ പ്രവിസ്തരേ, ഈ സംശയ സമുദ്രത്തിൽ, ഈ സംസാര സമുദ്രത്തിൽ മുങ്ങിയിരിക്കുന്ന എന്നെ അവിടുന്ന് ഇതിൽ നിന്നും മഗ്നം മാം താരയാധുന ഇതി സന്ദേഹസന്തോഹേ. ഇവിടെ പ്രപഞ്ചത്തിൽ എനിക്ക് കുറേ സംശയങ്ങളുണ്ട്. അങ്ങനെ ഈ സംശയക്കടലിൽ മുങ്ങിയിരിക്കുന്ന എന്നെ താരയാധുന, അങ്ങ് ഇപ്പൊ തന്നെ അതിൽ നിന്ന് കൈപിടിച്ച് കരകയറ്റണേ. ഹേ നാരദ മഹർഷേ, അങ്ങ് അതിന് ശക്തനാണ്. അങ്ങ് ഭഗവാന്റെ പ്രിയപ്പെട്ട ഭക്തനുമാണ്. ഇതിനുള്ള മറുപടി അങ്ങ് പറഞ്ഞു തരണേ എന്ന് അവിടെ ബ്രഹ്മാവ് പറയുന്ന 19ാമത്തെ ശ്ലോകത്തോടു കൂടിയാണ് നമ്മൾ ഇന്ന് സമർപ്പിക്കുന്നത്. ഇനി മഹാദേവനാണോ, വിഷ്ണുവാണോ, ബ്രഹ്മാവാണോ, അതല്ലെങ്കിൽ ദേവേന്ദ്രനാണോ, ഇങ്ങനെ ചോദ്യങ്ങളാണ് അടുത്തുള്ള ഇനി ശ്ലോകങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുക. അതെല്ലാം നാളെ ശ്രീ ജഗദംബികായൈ നമഃ. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല, ഭദ്രേ അത്ഭുതമാം ലീല. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം. സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു, ലക്ഷ്മി ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ
അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ, കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ, കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ ദേവി ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാൻ, കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാൻ, കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു ഞങ്ങൾ കാലിണ കഴുകുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി ജയ ജഗദീശ്വരിയേ, ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ ജയ ജഗദീശ്വരിയേ അമ്മേ ജയ ജഗദീശ്വരിയേ. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണി നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തദസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ. സർവേ സന്തു നിരാമയാഃ. സർവേ ഭദ്രാണി പശ്യന്തു. മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു. ഗോത്രാഭിവൃദ്ധി ധനധാന്യസമൃദ്ധിരസ്തു. ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു. വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.